കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. നാളെ പുലർച്ചെ 6:30 രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. മോശം കാലാവസ്ഥയെ തുടർന്നാണ് രക്ഷാദൌത്യം നിർത്തിവെച്ചത്. അതേസമയം മണ്ണിനടിയിൽ യന്ത്രഭാഗങ്ങളുണ്ടെന്ന സിഗ്നൽ ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് സംഭവസ്ഥലത്ത് നിന്നും ചേരുകയാണ്. ശ്രീജിത്ത്, യന്ത്രഭാഗങ്ങളുടേത് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള റഡാർ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, എന്തായാലും ഈ 6 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സിഗ്നൽ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പരിശോധന നടത്തിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ ശിരൂരിൽ ശക്തമായ മഴയാണ് ഉണ്ടായിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാനുള്ള തീരുമാനത്തിൽ എന്തായാലും ഈ ദൗത്യസംഘം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദൗത്യസംഘത്തിന് പുതിയ ഉണർവ് നൽകിയും കേരളത്തിൽ നിന്നുമുള്ള രഞ്ജിത്തും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെത്തി ഇത്തരം ദൗത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ 6 മണിയോടെ തന്നെ ഈ പ്രദേശത്ത് എത്തിപ്പെടുന്നത്, ഈ GPS ലഭിച്ച പ്രദേശത്ത് എത്തിപ്പെടുന്നത്. പക്ഷേ നിരന്തരം ഈ വലിയ മഴ പിന്നീട് ഉണ്ടാകുന്ന ആ സാഹചര്യത്തിൽ ആ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ ഈ ദൗത്യ സംഘത്തിന് തന്നെ ജീവിതത്തിൽ അപകടമുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് ആ പ്രദേശം മാറാനുള്ള സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും നാളെ 6:30 തന്നെ ഈ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, KJ ശ്രീജിത്താണ് ഷിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.